വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഈ അവസരത്തിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് MD ദിവ്യ എസ് അയ്യർ മറ്റു ചില വിഷയങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസിനൊപ്പം പങ്കുവയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തിയെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞത് ഒരു ഭംഗിവാക്ക് പറഞ്ഞതാണോ അതോ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പറഞ്ഞതാണോ? ഞാൻ ഇന്നും പറഞ്ഞല്ലോ, ഏറ്റവും വലിയ പിന്തുണ എന്നുള്ളതും ഏറ്റവും വലിയ ധൈര്യം എന്നുള്ളതും അത് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ മേലധികാരികളാകാം, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരാകാം, പക്ഷെ അവരുടെ ഓരോരുത്തരുടെയും സംഭാവന എന്നുള്ളത് നെഞ്ചിലേറ്റി നടക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. അത് പുറത്ത് തുറന്നു പറയുന്നതിൽ എനിക്ക് അന്നും ഇന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയമൊന്നും നോക്കാറില്ല. ഇല്ല, അത് നമ്മുടെ ഉദ്യോഗം എന്ന് പറയുന്നതിൽ അതൊന്നും കൂടിക്കലർത്തേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ കണ്ടാൽ ഉടനെ ആദ്യം ഉച്ചയോ മുടിയൊക്കെ എന്താ നരച്ചു പോയത് എന്നുള്ളതായിരിക്കും ആദ്യം ഒരാൾ എന്നെ കണ്ടാൽ ഇപ്പോൾ പറയും. അപ്പോൾ വേറെ നമ്മളോടുള്ള കൺസേൺ കൊണ്ടായിരിക്കാം ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വെട്ടി തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വളരെ കുറവാണ്. കെ രാജനെ കുറിച്ച് അദ്ദേഹത്തിന് പുതിയ ചുമതല കിട്ടിയപ്പോൾ അത് പറഞ്ഞപ്പോൾ പൊളിറ്റിക്കലായിട്ടാണ് അതിനെ എടുത്തത്. എന്തേ അത് കേൾക്കുന്നവർ ഉൾക്കൊണ്ടില്ലേ? നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുത്താലും പലമ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരിടാണ് സമൂഹ മാധ്യമം എന്ന് പറയുന്നത്. അപ്പം അതിൽ പലരും പലതും പറഞ്ഞു. അങ്ങനെ ഞാനതിനെ കാണുന്നുള്ളൂ. ഞാൻ ഉള്ളുകൊണ്ട് വികാരജീവിയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ലതിനെ നല്ലതാണെന്ന് പറയാനുള്ള ഒരു ത്വരയുള്ളതും അതുകൊണ്ട് കൂടി തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഭാര്യയാണ്. അപ്പം അതാണോ ആക്രമിക്കപ്പെടാൻ കാരണം? അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആക്രമിക്കുന്നവരോട് അത് ചോദിക്കണം കാരണം എന്താണെന്നുള്ളത്. സർക്കാരും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും ഒരേ ദിശ നോക്കിയാണ് പ്രവർത്തിച്ചു പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കേണ്ടെന്ന ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലത് പറയാൻ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നോക്കാറില്ല ദിവ്യ അല്ലേ? ഇല്ല, ഒരിക്കലും നോക്കാറില്ല. അത് ഞാൻ എപ്പോഴും മാധവിക്കുട്ടിയുടെ ആ ഒരു വരിയും പറയാറുണ്ട്. മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള എനിക്കൊരാൾ ഇഷ്ടമല്ല, എനിക്കൊരാളോട് വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈകൊട്ടി ആഘോഷിക്കും. വേണമെങ്കിൽ അയാളെക്കുറിച്ച് 4 ചീത്ത കൂടുതൽ പറയും അങ്ങോട്ട്. പക്ഷേ ഒരാൾ നല്ല മനുഷ്യനാണ്, എനിക്ക് അയാളോട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകളെല്ലാം കൂടെ നമ്മളെ കല്ലെടുത്തെറിയാനായിട്ട് വരും എന്നുള്ള ഒരു ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ട് ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്തായാലും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ലത് തന്നെ പറയുള്ളൂ. കാരണം പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച സമയത്താണ് ഈ നേട്ടങ്ങളൊക്കെ കൈവച്ചത്. വിവാദ വിഷയങ്ങളിൽ ആദ്യമായാണ് ദിവ്യ എസ് അയ്യരുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. താൻ പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്രമല്ല, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനുള്ളത് തൻ്റെ ശീലമാണെന്നും ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.